ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കയറാം. മാർക്കറ്റ് നമ്മൾ 25,600 മേളിൽ ഞാൻ സ്ഥിരം പറയാറുണ്ട്. 240 400 മേളിൽ 500 ഓർ 600 എന്നുള്ളൊരു ലെവൽ പറയാറുണ്ടായിരുന്നു. അപ്പോൾ 600 മേളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വളരെ ബുള്ളിഷായിട്ടുള്ള ഒരു ഏരിയയാണ് മാർക്കറ്റിൽ. ഫോർ എക്സാമ്പിൾ അതിൻ്റെ ചാർട്ടും കൂടെ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? ഇത് നമ്മൾ മുന്നേ തൊട്ടേ ഇടുന്ന ഒരു ചാർട്ടാണ് അല്ലേ. ആ ചാർട്ടിനുള്ളിൽ ബെയർ മിനിമം മാർക്കറ്റ് സൈഡ് വേസ് പോകേണ്ട ഏരിയയാണ് 24,400-നും 25,600 എന്നുള്ളൊരു ഏരിയ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വിചാരിക്കും നമ്മുടെ മാർക്കറ്റ് ബുള്ളിഷാണ് എന്നുള്ളത്. നമ്മുടെ മാർക്കറ്റ് ഇതിന് മുന്നേ ഹൈലി ബുള്ളിഷായ ഒരു ഏരിയയിലേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ്. ഈ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ മൂവ് ചെയ്തത്. ഇതുവരെ ഇത് കൺസോൾട്ടേഷൻ ഏരിയ ആയിട്ട് തന്നെയാണ് എൻ്റെ പേഴ്സണൽ കാൽക്കുലേഷൻ. 2 ദിവസത്തിന് മുന്നേ മാത്രമാണ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തത്. 25,240 മേളിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലോസിങ് ഇതാണ് ആ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതിന് മുന്നേ അതിനുള്ളൊരു സെറ്റപ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ പോലെ, ഇല്ലെങ്കിൽ ഒരു ഡബിൾ ബോട്ടം പോലെ ഇത് വന്നിട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ പകുതി ക്യാപിറ്റൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ക്യാപിറ്റൽ ഇടാനുണ്ട്. ആലോചിച്ചിട്ട് നോക്കാം. നമുക്ക് എവിടെയെങ്കിലും നല്ല സ്റ്റോക്സ് ഡൗണിൽ കിട്ടുവാണെങ്കിൽ അത് നമുക്ക് എടുക്കാം. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. മാർക്കറ്റ് ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ തട്ടി നിൽക്കുന്ന ഏരിയ ഇത് കാണുന്നുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 25,000 എന്നുള്ളൊരു ഏരിയ. ഇതിൻ്റെ മാക്സിമം ടോപ്പ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് 25,240 ആയിരുന്നു. ഈ ഒരു ബോട്ടമാണ്, ഈ ഒരു ലൈനാണ് അവിടെ വരച്ചിട്ടിരിക്കുന്നത്. അതിന് മുകളിലേക്ക് നമ്മൾ സ്ട്രോങ് ആയിട്ട് കയറിപ്പോയിട്ടുണ്ട്. നമ്മൾ കയറുന്ന ദിവസം തന്നെ നമ്മളവിടെ ഓൾറെഡി എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇത് ഈ ഒരു ക്യാൻഡിൽ വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യമേ മേടിക്കാൻ തുടങ്ങി, പക്ഷെ ഫുള്ളി മേടിച്ചില്ല. ഇവിടെ വന്നപ്പോൾ വീണ്ടും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ലെവലിന് മേളിൽ ക്ലോസ് ചെയ്ത് കയറിയ ഒരു ക്യാൻഡിൽ ഇവിടെയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റീടെസ്റ്റ് ചെയ്ത് ഇവിടെ നിന്നെങ്ങാനും റീടെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ബൈ ചെയ്യും. 3ാമത്തെ സെറ്റ് ഓഫ് ബൈ ആയിരിക്കും അത്. 2 സെറ്റ് ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മൊമെൻ്റമാണ്. ഒരു സ്റ്റോക്ക് അധികം മൊമെൻ്റം തരുന്നില്ല. അത് SBI ആണ്. 800-ന് മേളിൽ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. 800-ന് താഴെ ബൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ കയറാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇനിയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ ഓൾറെഡി 2 സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്തു. ഒന്ന് റിലയൻസ് 1440 റേഞ്ച്, HDFC ബാങ്ക് 1940 മുതൽ 60 വരെയുള്ളൊരു റേഞ്ച് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ എൻട്രി എടുത്ത ആൾക്കാർക്ക് ഓക്കെ ആയിരുന്നു. ഞാൻ ഓൾറെഡി ഇവിടെയാണ് ഞാൻ ഓൾറെഡി പാർക്ക് ചെയ്തിട്ടുള്ള ക്യാഷ്. സോ നോക്കാം. കൊടാക് ബാങ്കൊക്കെ നല്ല മൊമെൻറ്റം വന്നു. ICICI ബാങ്ക് വന്നിട്ടില്ല, ആക്സിസ് ബാങ്കും വന്നിട്ടില്ല. അപ്പോൾ ഈ താഴത്തെ 3 സ്റ്റോക്കിൽ വന്നിട്ടില്ല. മേളിലത്തെ 3 സ്റ്റോക്ക് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, IT സെക്ടറിലും ഉണ്ട് മൂവ്മെൻറ്റം. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ. മാർക്കറ്റ് ഹൈലി ബുള്ളിഷാണ്. മാർക്കറ്റ് ഇപ്പോൾ ഫ്ലാറ്റാണ്. എന്തിന്? ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ജസ്റ്റ് ഓക്കെ ആയിട്ട് ഒരു സെക്കൻഡ് നോക്കട്ടെ. കറൻ്റ്ലി ഡേറ്റ നോക്കുമ്പോൾ ഫ്ലാറ്റാണ്. പക്ഷേ 770 റേഞ്ചിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. ഇപ്പോൾ 640 നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നത് 780 റേഞ്ചിലാണ്. ഇല്ല, 700 റേഞ്ചിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. 680 720 റേഞ്ചിലായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുക. 680, അതായത് ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡലിൻ്റെ മേളിലായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊമെൻറ്റം കയറാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 25,800 മേളിൽ 26,000. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 26,000 നമ്മുടെ ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാം. നേരത്തെ ഇവിടെ മേടിച്ച സ്റ്റോക്കുകൾക്ക് അവിടെ എക്സിറ്റ് ചെയ്യാം. പക്ഷേ വീണ്ടും കയറാനുള്ള നല്ല പോസിബിലിറ്റി ഉണ്ട്. സോ യു ക്യാൻ ഹോൾഡ്. അത് നിങ്ങളുടെ മാത്രം പേഴ്സണൽ സംഭവമാണ്. നമുക്ക് ഐഡിയാസ് ഷെയർ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം കൺവിൻസിങ് ആണോ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാം. എല്ലാം ഫണ്ടമെൻ്റലി ഗുഡായിട്ടുള്ള സ്റ്റോക്സ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഒരുപാട് ലെങ്ത്തിലേക്ക് പോകുന്നില്ല. ഒരു സെക്കൻഡ്, 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അനാലിസിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈയിൽ ലെവൽസ് നിങ്ങൾക്കറിയാം. 25,600, 25,500, മേളിലേക്ക് 800 എന്നുള്ള ലെവൽസ് ഉണ്ട്. അടുത്ത് 25,960, ഈ ഒരു 880, 960 എന്നിങ്ങനെ 2 നമ്പേഴ്സ് അവിടെ ഉണ്ട്. പിന്നെ 26,100 എന്നുള്ള നമ്പേഴ്സ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓക്കെ, ഈ ലെവൽസാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അടുത്ത ആഴ്ചകളിൽ, ഈ ആഴ്ചകളിൽ നല്ല മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം. വീണ്ടും കയറി പോകാനുള്ള സാധ്യത 240 to 100, 26,100 to 240 എന്നുള്ളൊരു റേഞ്ചിലേക്കാണ്. അതാണ് നമ്മുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്.
കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് 280 300 വരെ പോയിട്ടുണ്ട്. പക്ഷേ ലെവൽ 240 ആണ്. ഇപ്പോൾ ഞാൻ ഈ വര വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, അപ്പർ സൈഡിൽ 26 246 ആണ് കാണിക്കുന്നത്. അതാണ് അതിൻ്റെ ലെവലും. 240 to 250 റേഞ്ചിലാണ് നമ്മുടെ റെസിസ്റ്റൻസ് എടുക്കുക. സോ ഇത് നമുക്ക് നോക്കി വയ്ക്കാം. അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇൻട്രാഡേ ട്രേഡറിന് നല്ല മാർക്കറ്റാണ്, സേഫായിട്ട് ട്രേഡ് ചെയ്യുക. മാർക്കറ്റിന് ചുമ്മാ പോയി ഷോർട്ട് ചെയ്യരുത്. മാർക്കറ്റ് കയറി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഷോർട്ട് ചെയ്യാൻ പോകരുത്. കയറുന്ന മാർക്കറ്റ് കയറിക്കൊണ്ടേയിരിക്കും, ഇറങ്ങുന്ന മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. സോ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക. സ്വിംഗ് ട്രേഡർ ഡെഫിനറ്റ്ലി ഹോൾഡ് ചെയ്യും. ഓൾറെഡി നമ്മുടെ സ്റ്റോക്സ് പലതും നല്ല മൊമെൻറ്റം ഒരു 3% 2 ദിവസമായിട്ട് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മൊമെൻറ്റം വരാൻ കിടപ്പുണ്ട്. നോക്കി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാമെന്നുള്ളതാണ്. അടുത്ത ലോങ് ടേം ഇൻവെസ്റ്റർ ഗുഡ്. നേരത്തെ നമ്മൾ മേടിച്ച എല്ലാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലോങ് ടേമിലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വിടുക. അത് ഒരു ബോട്ടമായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. 24,000 എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത റേഞ്ചാണ്. ഫണ്ടമെൻ്റലി ഗുഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റോക്കിനെ വച്ചിരിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ മേടിച്ച സ്റ്റോക്ക് മാത്രമേ അവിടെ വച്ചിട്ട് കാര്യമുള്ളൂ. 22,800 റേഞ്ചിലാണ് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരുന്ന കുറേ സ്റ്റോക്സ് ഉണ്ട്. ആ സ്റ്റോക്സിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. നമുക്ക് സ്വിംഗ് ട്രേഡിങ് ചെയ്ത് അതിനെ ഒഴിവാക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ആഴ്ച വളരെ പോസിറ്റീവാണ്. ഇതുവരെ വേറെ നെഗറ്റീവ് ഡേറ്റ ഇല്ല. ട്രംപ് ഒന്നും പറഞ്ഞിട്ടില്ല. റഷ്യ യുക്രൈൻ ഇഷ്യൂസ് ഒന്നുമില്ല. ഇറാൻ ഇറാഖ് ഇഷ്യൂസ് ഒന്നുമില്ല. ഇറാൻ ഇസ്രായേൽ ഇഷ്യൂസ് ഒന്നുമില്ല. സോ നമ്മുടെ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നോക്കാമെന്നുള്ളത് ബാങ്കിങ് സെക്ടർ, IT സെക്ടർ, FMCG ഇല്ല, റെയിൽവേ സെക്ടേഴ്സ് ആൻഡ് ഡിഫൻസ് സെക്ടേഴ്സ്, ഈ 4 സ്റ്റോക്സും നിങ്ങൾക്ക് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓട്ടോ സെക്ടർ ദയവേത് നോക്കരുത്, അതത്ര നല്ലൊരു സിറ്റുവേഷനിലല്ല ഇരിക്കുന്നത്. പിന്നെ FMCG സെക്ടർ നോക്കണ്ട, ഫിനാൻസ് സെക്ടർ വേണമെങ്കിൽ നോക്കാം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് അവിടെ നോക്കാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് ഒരു സ്വിംഗ് ട്രേഡറിൻ്റെ മാർക്കറ്റാണ്. ഇപ്പോൾ ഇടയ്ക്ക് അഫ്സലൊക്കെ പറയാറുണ്ട് മാർക്കറ്റിൽ ഒരു സിറ്റുവേഷൻ സെറ്റായില്ല എന്നുള്ളത്. എന്നാലിപ്പോൾ സിറ്റുവേഷൻ സെറ്റായിട്ടുണ്ട് അല്ലേ, ആ ഒരു മാർക്കറ്റിലൊരു ഓളം വരുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ കാശുണ്ടാക്കേണ്ട സമയമാണ്. ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യുക, SLE കീപ്പ് ചെയ്യുക. ചിലപ്പോൾ SLE ഹിറ്റ് ചെയ്തേക്കാം, കുഴപ്പമില്ല. മാർക്കറ്റിൽ ഒരു ബ്ലാക്ക് സ്വാൻ ഇവൻ്റ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. ബ്ലാക്ക് സ്വാൻ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതെ പെട്ടെന്ന് വരുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ മാർക്കറ്റ് കയറിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അതിൻ്റെ തീം. ഓക്കെ, നമ്മുടെ അപ് സൈഡ് ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഇൻഡിക്കേറ്റർ ഞാൻ ഇടാത്തതെന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യപ്പെടുത്തേക്കാം. ഇൻഡിക്കേറ്റർ വേണ്ട, നല്ല മാർക്കറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓൾമോസ്റ്റ് 8 minutes ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ. ഞാൻ 1-2 കാര്യങ്ങൾ കൂടെ ഓൾറെഡി വീടിൻ്റെ പണി നടന്നതിൻ്റെ കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നും നാളെയും അതിൻ്റെ കൂടാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റ തന്നിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ അതിൻ്റെ പറയുന്നു പോവുക. SLE കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ SLE കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.